ഈ പറയുന്ന EMIയുടെ ഒക്കെ ഭാരം തലയിലെത്തി ഒടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരെ തന്നെ കുറ്റം പറയാൻ പറ്റും. അന്ന് ഞാൻ ആ EMI എടുക്കണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന ജെൻസിനെ കൊണ്ട് EMI എടുപ്പിക്കാൻ അല്ലെങ്കിൽ ലോണിനകത്തേക്ക് പെടുത്താൻ കാരണമാകുന്നത്? അവരെന്തുകൊണ്ട് ലോൺ എടുക്കുന്നു? അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ലോൺ ഭാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ മുത്തച്ഛന്മാരുടെയൊക്കെ ആ ഒരു കാലത്ത് അവരൊരു കാലത്ത് TV വാങ്ങിയത് പോലും ഒരുപാട് പൈസ എടുത്തു വെച്ച് ഒരു തുകയാവുന്ന സമയത്ത് കുറിയൊക്കെ വിളിച്ച് ലേലൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ആ TV വാങ്ങിയിട്ടുണ്ടായിരിക്കുക. ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പോലും EMI ഇടുന്ന ജെൻസിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വാങ്ങണമെങ്കിൽ 75, 1 ലക്ഷം, 1.25 ലക്ഷം, 1.5 ലക്ഷമൊക്കെ ഉള്ള ആപ്പിൾ പോലെയുള്ള ഫോണുകളൊക്കെ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ EMI ഉണ്ടായാലേ പറ്റുള്ളൂ. കാരണം ബിഗ് എമൗണ്ട് ആണ്. ഒന്നിച്ച് റൈസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ച പൈസ ഒന്നിച്ച് അങ്ങോട്ട് പോകുന്ന പോലെയാണ്. അപ്പോൾ EMIയിലൂടെ മാത്രമേ നടക്കൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നു, കടത്തിനകത്ത് പെടുന്നു. അതായത് ജെൻസി എന്ന് പറയുന്ന ഈ ഒരു തലമുറ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. കുറേ കാലത്തിന് ശേഷം കിട്ടുന്ന സന്തോഷത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ വാറൻ ബഫറ്റ് പറയുന്നുണ്ടല്ലോ അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് കൊണ്ട് ഒരു പണക്കാരൻ, ഒരു ധനികനായിട്ട് മാറുക എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, പുതുതലമുറയ്ക്ക് പ്രത്യേകിച്ചും. കാരണം ഈ പറയുന്ന വാറൻ ബഫറ്റ് പറയുന്നത് അയാളുടെ 90% വെൽത്തും അയാൾ ഉണ്ടാക്കിയത് അയാളുടെ 65 വയസ്സിന് ശേഷമാണത്രേ. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ അതിഭീകരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രഷർ ജെൻസിയുടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെയുള്ള നാട്ടുകാരെങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്? എനിക്കൊരു വീടില്ല അല്ലെങ്കിൽ എനിക്കൊരു കാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അവന് നല്ല കാറുണ്ട്, എനിക്ക് അത്രയും നല്ല കാറില്ല, അപ്പോൾ എനിക്കൊരു നല്ല കാറ് വാങ്ങാൻ ലോൺ എടുത്തല്ലേ പറ്റുള്ളൂ, EMI എടുത്തല്ലേ പറ്റുള്ളൂ, ഈ രീതിയിൽ ചിന്തിച്ചിട്ട് പോകുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. ഇന്ന് ജെൻസ് കമ്പയർ ചെയ്യുന്നത് അയൽവക്കത്തുള്ളതോ 2 വീട് അപ്പുറത്തുള്ള വീട്ടുകാരായിട്ടല്ല. അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ ഉള്ള വലിയ വലിയ സെലിബ്രിറ്റീസായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പണം വെച്ച് ജീവിക്കുന്ന, ഒരുപാട് സമ്പത്ത് നേടിയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫൊക്കെ കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് അതുപോലുള്ളൊരു ലൈഫ് കെട്ടിപ്പടുക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവർ കടത്തിനകത്ത് പോയി വീഴുന്ന ഒരു ദാരുണമായ കാര്യമാണ് നടക്കുന്നത്. അതായത് 1, 2, 3 പേരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലുള്ള അനേകായിരം ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ താഴെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പടി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു കൂട്ടത്തിൽ പെടില്ലേ, നമ്മൾ ഒരുപാട് പിന്നിലായി പോവോ, കൂട്ടുകാരൊക്കെ നോക്കുന്ന സമയത്ത് അതുപോലുള്ള ഒരു സെലിബ്രിറ്റി ലൈഫ് എനിക്കും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഭീകരമായിട്ടുള്ള കമ്പാരിസനാണ് അവിടെ രണ്ടാമത്തെ ഒരു കാരണം. ജീവിതത്തിൽ നമ്മൾ പിന്നിലായി പോകുമോ, നമ്മൾ തോറ്റു പോകുമോ, അതല്ല ഞാൻ 50-ാമത്തെ വയസ്സിലൊരു BMW കാറ് വാങ്ങുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പിന്നിലായിപ്പോയി. കാരണം എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവർ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരെല്ലാം അവരുടെ 35-40 വയസ്സിൽ തന്നെ BMWയിലാണ് പോകുന്നത്, അതല്ലെങ്കിൽ മിനിമം ഒരു ഫോർച്യൂണറിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പുറകിലായി പോകുമോ എന്നുള്ളൊരു ഭയമാണ് ജെൻസീനെ അലട്ടുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആങ്സൈറ്റിയാണ്. അറിയാലോ, സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങുന്ന ആൾക്കാരുണ്ട്. കാർ ഓടിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല, എന്നാലും ഒരു ഫെറാറിൻ്റെ കാർ പോർച്ചിൽ കിടക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന ജെൻസി വരെ ഉള്ള നാടാണിത്. അതായത് ഒരു സാധാരണ മനുഷ്യൻ ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി ഒരു ഔട്ടിങ് പോകുന്ന, ട്രാവൽ ചെയ്യുന്ന, ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാധാരണ ലൈഫ്, നോർമൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആയിട്ടേ തോന്നൂ. കാരണം അവൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുജിത്ത് ഭക്തൻ, ടെക് ട്രാവലേറ്റ്, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, മൂപ്പരുടെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണുകയാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നു, അവിടെ ചെന്ന് ഇറങ്ങുന്നു, ഏതെങ്കിലും നല്ലൊരു സ്റ്റാർ ഹോട്ടലുകളിൽ പോയിട്ട് റൂം എടുക്കുന്നു, താമസിക്കുന്നു, ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് താമസിച്ചെന്നും വരാം. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ എന്താ കാഴ്ച? ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ലക്ഷറി ലൈഫാണ്, ഓൾ ഡേ വെക്കേഷനാണ്, പൊളിയാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ജെൻസി എന്ത് ചെയ്യുന്നു? ഇതാണ് ലൈഫ്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നോർമൽ ലൈഫ് ഒരു ഫെയിലിയർ ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. കാരണം അത് അവരവരുടെ പ്രൊഫഷനായിട്ടാണ് കൊണ്ട് നടക്കണമെന്നുള്ളത് പലപ്പോഴും ചിന്തിക്കുന്നില്ല. സുജിത്ത് ഭക്തൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ്, അതവൻ്റെ പ്രൊഫഷണൽ ലൈഫാണ്, അതവൻ്റെ ജോബാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് അവരുടെ ലൈഫെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം.
ഈ കമ്പാരിസനാണ് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത ആർട്ടിഫിഷ്യൽ നീഡ്സുകൾ ഉണ്ടാക്കുന്നത്. സത്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, പക്ഷെ നമ്മളെ കൊണ്ട് വേണമെന്ന് തോന്നിപ്പിക്കുന്നത് ഇതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സാധനം വാങ്ങുന്നത് ഒരു ഇമോഷണൽ തെറാപ്പി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതായത് പലപ്പോഴും നമുക്കൊരു സാധനം വേണം എന്ന് കരുതി വാങ്ങുന്ന ആ സാധനം ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവശ്യമുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കൊരു ഇമോഷണൽ നീഡ് മാത്രമായിരിക്കും ഇത്. ചില ആൾക്കാരുടെ ബ്യൂറോ തുറന്നു കഴിഞ്ഞാൽ കാണാം അനേകായിരം ഡ്രസ്സുകൾ. ഇത് മൊത്തം ഇടാനൊക്കെ നമുക്ക് എത്ര ജീവിതത്തിൽ എവിടെ നേരം കിട്ടണം? നമ്മൾ വളരെ കുറച്ച് ഡ്രസ്സ് ഇടുന്നുള്ളൂ, പക്ഷേ നമ്മുടെ ഒരു ഇമോഷണൽ നീഡാണ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നന്ന്. ചില ആൾക്കാരുടെ ഷൂ കണ്ടിട്ടില്ലേ? ഷൂ റാക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 25-30, ചില ആൾക്കാർക്ക് 40-50-100 ഷൂ വരെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ഷൂകൾ, ഇത്രയും ചെരുപ്പുകളൊക്കെ എന്തിനാണ്? ഒരുപാട് ടീഷർട്ടുകൾ, ഒരുപാട് ജീൻസുകൾ, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പർച്ചേസിങ് മെൻറ്റാലിറ്റി. എന്താണ് ഇതിവിടെ നടക്കുന്നത്? ഒരു ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാണ് ചില ആൾക്കാർ. അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ കൊണ്ട് വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സാധനങ്ങൾ. ഇതുപോലെ പലതും നമ്മൾ ഉപയോഗിക്കുന്ന പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ആ പുതുക്കത്തിൽ ഒരു 4 വട്ടം അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് അതൊരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നമുക്ക് സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാലും എന്തെങ്കിലും സാധനം വാങ്ങണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അതൊരു ഫ്രഷ്നസ് നൽകുന്ന കാര്യമാണ് നമുക്ക്, കുറച്ച് റിലീഫ് നൽകുന്ന കാര്യമാണ് നമുക്ക്. രണ്ടാമത്തേത് ലോൺലിനെസ്, ആരുമില്ലായ്മ. ഇതൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു ഇമോഷനും നമ്മളെ ട്രിഗർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യണം, ഷോപ്പിങ്ങിന് പുറത്തിറങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് ഒരു കാരണം അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബോറിംഗ് ആയിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് പുറത്ത് പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടാറുണ്ട്. കാരണം അതൊരു റിലീഫാണ്. നമ്മളൊരു സാധനം വാങ്ങുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ഐറ്റം വരികയാണ്, അത് നമ്മളെ സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ്. ഏതൊരർത്ഥത്തിലും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സാധനം നമ്മൾ വാങ്ങില്ലല്ലോ, ആവശ്യമുള്ളതിലേ വാങ്ങുള്ളൂ. സോ അതൊരു സാറ്റിസ്ഫൈയിങ് കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം, മറ്റുള്ളവരുടെ ലൈഫ് ആലോചിച്ചുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്കൊന്നുമില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഇനി ഭാവിയിൽ എന്ത് എന്നൊക്കെ ചുമ്മാ ആലോചിച്ച് കൂട്ടുന്ന ഒരു ആങ്സൈറ്റി ആയിരിക്കാം. അപ്പോഴും ഷോപ്പിംഗ് നടത്തും. കാരണം എന്താ, പുതിയ സാധനം വരുന്നു, നമ്മൾ മനസ്സ് ഒന്ന് മാറുന്നു, ഒരു റിഫ്രഷ് ആകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ ലോ സെൽഫ് എസ്റ്റീമാണ് അടുത്ത കാരണം. നമുക്ക് ഒരുപാട് നല്ല സാധനങ്ങൾ, ഒരുപാട് വില കൂടിയ സാധനങ്ങൾ, വില കൂടിയ കാറ്, വില കൂടിയ ഫോണ്, വില കൂടിയ പല സാധനങ്ങളും, ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്വയം അഭിമാനിക്കാനുള്ള വകുപ്പ് ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ടാറ്റ ആണെങ്കിലും ബിർള ആണെങ്കിലും ശരി, മാരുതി 800 നടക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കര കുറച്ചിലായിട്ട് തോന്നുകയാണ്. എനിക്ക് അഭിമാനത്തിന് അത് ക്ഷതമേൽക്കുന്നൊരു കാര്യമാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടത് റോൾസ് റോയ്സാണ്, അതായത് 12 കോടിയുടെ മുതലാണ് അവർക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? അവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഇതുപോലുള്ള വസ്തുക്കളിലാണ് ഇരിക്കുന്നത്. അത് എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് അഭിമാനിക്കാനുള്ള ഒരു വകുപ്പായി എന്ന് സ്വയം ചിന്തിച്ചുണ്ടാക്കുകയാണ്. ഒരു മിഥ്യാധാരണ. ഇതുകൊണ്ടും ആൾക്കാർ വാങ്ങിക്കൂട്ടും ഒരുപാട് സാധനങ്ങൾ. ചില ആൾക്കാർ സാധനം വാങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ചില കുടിയന്മാർ കള്ള് കുടിക്കുന്ന പോലെയാണ്. നിർത്താതെ കുടിക്കുന്ന ഒരു കുടിയൻ്റെ സ്വഭാവത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ടാവുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ അല്ലാത്ത ഒരു സാധനമാണ് എന്ന് ജെൻസി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. അപ്പോൾ ഒരൊറ്റയടിക്ക് ഒരുപാട് എമൗണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിന് ഒരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ നമ്മൾ അനുഭവിച്ച് തീർക്കുമ്പോൾ ആ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ മാത്തമാറ്റിക്കലി, എക്കണോമിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നഷ്ടം നമ്മുടെ അടുത്താണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇമോഷണലി മാത്രം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ, കുറച്ച് പെയിൻ റിലീഫ് ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ പണം അല്ലെങ്കിൽ അതിൻ്റെ വേദന പിന്നീട് പതുക്കെ 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 നമ്മൾ അനുഭവിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ എത്തുന്നു. 50,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 2,999 രൂപയുടെ EMI മന്ത്ലി കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരു ഭീകരമായിട്ടുള്ള ഒരു ഭാരമായിട്ട് നമ്മുടെ മനസ്സ് അതിനെ കാണുന്നില്ല, ഒരു വേദനയായിട്ട് അതിനെ കാണുന്നില്ല. കാരണം 2,900 അല്ലെങ്കിൽ 2,500, 2,000 രൂപയിലുള്ളൂ EMI എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്ലി ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് മന്ത്ലി പെയിനാണ്, അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന മൊത്തം എമൗണ്ടിനെ കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുന്നേ ഇല്ല. അത് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഭീകര നഷ്ടമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ മന്ത്ലി അത് അത്ര ഭീകരമല്ലല്ലോ, മന്ത്ലി അത്ര പെയിൻ ഇല്ലല്ലോ, ഓക്കെ എടുത്തേക്കാം EMI. ഇതാണ് സംഭവം.
ഈ ഫ്രീഡം ഈ കൺസെപ്ഷനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫ്രീഡം എന്ന് പറയുകയാണെങ്കിൽ അതിൽ പെടുന്ന ഒന്നാണ് സേവിങ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ അതില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ എമർജൻസി ഫണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീഡം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എമർജൻസി ഫണ്ട് ഉണ്ടാകണം. അതില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. ഒരു മാസത്തെ ശമ്പളം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോവും. പിന്നെ ഏറ്റവും കുറച്ച് കടം എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ലക്ഷണമാണ്. ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ലക്ഷണമാണ്. ഓവർ എക്സ്പെൻഡിച്ചർ വരുത്താതെ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ നമുക്കുണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ലക്ഷണമാണ്. ഇനി കൺസെപ്ഷൻ്റെ ലക്ഷണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് അപ്ഗ്രേഡുകളാണ്. എന്തിൽ വേണമെങ്കിലും ആവാം, എന്ത് പ്രൊഡക്റ്റും ആവാം. ഒരു പുതിയ ബൈക്ക് വാങ്ങി ഒരു പുതിയ ബൈക്ക് ഇറങ്ങി പുതിയ ബൈക്ക് വിറ്റിട്ട് പുതിയതെടുക്കാം. ഒരു പുതിയ ഫോൺ ഇറങ്ങി ഇപ്പോൾ ഐഫോൺ 17 കഴിഞ്ഞ് ഇപ്പോൾ 18 ഇറങ്ങാൻ പോകണം. അപ്പോൾ 17 എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് 18 എടുക്കുന്ന ആൾക്കാരുണ്ട്. ഉടനെ 17 വിറ്റ് ഒഴിവാക്കുകയാണ്, എന്നിട്ട് 18 എടുക്കുകയാണ്. അപ്പോൾ അപ്ഗ്രേഡിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. പുതിയ ഗാഡ്ജറ്റുകൾ എന്ത് വന്നാലും വാങ്ങിക്കുക എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട്. അപ്ഗ്രേഡ് അല്ലാതെ തന്നെ നമ്മുടെ അടുത്തില്ല, ഒരു പുതിയ സാധനം ഇറങ്ങി നേരെ വാങ്ങിച്ചേക്കാം. സത്യത്തിൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഗുണം ഉള്ളതാണോ, നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു വാല്യൂ കൊണ്ടുവരുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. പുതിയ സാധനമാണോ വാങ്ങിച്ചേക്കാം, ഒരു ഓഫറുണ്ട് പോയേക്കാം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ വരുന്നത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനാണ്. അതായത് സാധനത്തിനൊക്കെ വില കൂടിയിട്ട് പൈസ കൂടിയിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ ഡോളറിൻ്റെ അവസ്ഥ എന്താ, 96 രൂപയായി അല്ലേ. ഒരു ഡോളറിന് 96 രൂപേൻ്റെ 96 ചില്ലറത്തെയാണ്. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിലും. ജീവിതശൈലി മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ജീവിതശൈലിയല്ല, നമ്മുടെ കയ്യിലേക്ക് കുറച്ചുകൂടി ശമ്പളമോ കുറച്ച് വരുമാനമോ വന്നു കഴിഞ്ഞാൽ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതിന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാരുതി 800 നടന്ന ഒരാൾ 1,00,000 രൂപ മന്ത്ലി സാലറി ആവുന്ന സമയത്ത് നേരെ പോയിട്ട് എടുക്കുന്നത് ക്രെറ്റ ആയിരിക്കും, അല്ലെങ്കിൽ സെൽറ്റോസ് ആയിരിക്കാം. സംഭവം മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ അങ്ങോട്ട് ലൈഫ് സ്റ്റൈൽ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്, ഒരു കാര്യമില്ല, അങ്ങോട്ട് ഉയർത്തുക. ഇതൊക്കെ ചെന്ന് എത്തിക്കുന്നത് അവിടേക്കാണ് എൻഡ്ലെസ് EMI, അവസാനമില്ലാത്ത EMIയുടെ ലൂപ്പിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിട്ട് എത്തിക്കുന്നത്. അവിടെ കടന്ന് അങ്ങനെ കറങ്ങും, ഈ എലി കറങ്ങണ പോലെ. പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം വാങ്ങിച്ചു എന്നാണ്. ആണോ? അല്ല. ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ് അവർ സത്യം പറഞ്ഞാൽ EMI കൊടുത്തിട്ട് വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. കുറേ അടച്ചടച്ച് EMI അടച്ച് ഭാരം തലയ്ക്ക് മുകളിലെത്തിയ ഒരു വഴിയാകുമ്പോൾ അവർക്ക് മനസ്സിലാകും EMI എന്തിന് ഞാൻ എടുത്തു. അപ്പോൾ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് വിറ്റൊഴിവാക്കി എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതിലുപരി പ്രത്യേകിച്ച് അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വിറ്റ് ഒഴിവാക്കൽ മാത്രമേ ഉള്ളൂ അവിടെയുള്ള ഒരു രക്ഷപ്പെടൽ. അഞ്ചാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതുപോലുള്ള വസ്തുക്കളിൽ കെട്ടിവെച്ചിരിക്കുകയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് കാറാവാം, നല്ല കാറുകളായിരിക്കാം, നല്ല ഫോണായിരിക്കാം, നല്ല വീടായിരിക്കാം, ഫാഷനായിരിക്കാം, ലൈഫ് സ്റ്റൈലായിരിക്കാം, നമ്മൾ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പണക്കാരൻ ട്രാവൽ ചെയ്യേണ്ടത് മിനിമം എബ്രോഡായിരിക്കണം, അതായത് വിദേശ രാജ്യങ്ങളിലായിരിക്കണം, ഇന്ത്യക്കകത്താകാൻ പാടില്ല. ഇന്ത്യക്കകത്ത് ട്രാവൽ ചെയ്യുന്ന ഒരു റിച്ച് മേനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം അവർ മിനിമം ഒരു തായ്ലൻഡ് അല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ, ഒരു മലേഷ്യക്കെങ്കിലും പോകണം അല്ലേ. പണക്കാരൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കുറേ തോട്ടുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആളുകൾ ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല അവിടെ നടക്കുന്നത്. അവർ സ്റ്റാറ്റസാണ് വാങ്ങുന്നത്. ഐഫോൺ പ്രോ മാക്സ് മേടിക്കുന്ന ഒരു മനുഷ്യന് അതിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് അറിയാലോ. അതറിഞ്ഞിട്ടാണല്ലോ മേടിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും അത് വാങ്ങിച്ചിട്ട്? അത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമോ? എനിക്ക് തോന്നണില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ, ഇപ്പോൾ എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലും ഒരു ഐഫോണിലാണ്, പുതിയതിലല്ല, ഒരു പഴയ മോഡലിൽ ഐഫോൺ 7 എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്താണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യണത്. അതിപ്പോൾ 17, 18 വരുന്നുണ്ട്, വേണമെങ്കിൽ മാറ്റാം, വലിയ കുഴപ്പമൊന്നുമില്ല. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു സമയത്ത് എനിക്കിത് വളരെ മോശമാണ്, ഒരുപാട് പിന്നിലായെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ മാറ്റുള്ളൂ. ഇത് നമ്മുടെ സ്റ്റാറ്റസുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഈ ഫോൺ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിനടുത്ത് ആയിട്ടുണ്ടാവും, കുറേ ആയി, 8-9 കൊല്ലം എങ്ങനെയായിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വ്ളോഗ് വരെ എടുക്കുന്നുണ്ട്.
എൻ്റെ ഡെയിലി ലൈഫ് വ്ളോഗ് ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും ഇതിനകത്ത് ഷൂട്ട് ചെയ്ത സാധനമാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ സ്റ്റാറ്റസിനെ ഇതുമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ കെട്ടിവെക്കാതിരുന്നാൽ മാത്രം മതി. ഒരു നല്ല കാറ്, ഒരു നല്ല ഫോണ്, ഒരു നല്ല ബൈക്ക്, അങ്ങനെ എന്ത് സാധനവും നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗമാവുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൊണ്ടല്ല, അത് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് പോലുമില്ല. വാങ്ങിച്ചിട്ടൊരു മൂലയിലിട്ടാലും അതവിടെ ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് പറയുമ്പോൾ അതൊരു സ്റ്റാറ്റസാണ്. ഇതും ജെൻസിയുടെ ഒരു വല്ലാത്ത മാനസിക പ്രശ്നമാണ്. ഇതുകൊണ്ട് അവർ വാങ്ങിക്കൂട്ടുന്നത് EMIയുടെ ഭാരമാണെന്നുള്ളത് അവർ ആലോചിക്കണം. ആറാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് മിസ്സിംഗ് ആണ്. അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ഈ ചില സെക്കൻഡ് ഷോയ്ക്ക് തിയേറ്ററിൽ ആളിരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ വല്ലവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ നല്ല രീതിയിൽ വ്യാപകമായിട്ട് ഇത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കില്ല, എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെ റോഡിൽ സിവിക് സെൻസോട് കൂടിയിട്ട് എങ്ങനെ ജീവിക്കാം, റോഡ് എങ്ങനെ മുറിച്ച് കിടക്കണമെന്ന് പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജോലി തിരഞ്ഞെടുക്കണം, എങ്ങനെ ജീവിതം കൊണ്ടുപോകണം, എങ്ങനെ ഒരു ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, 1008 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ഫാക്ടറിയിലും ഓഫീസുകളിലും ജോലി ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം, ഒരു സമ്പ്രദായം, അത് മാത്രമാണ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ സ്കൂൾ കോളേജ് എഡ്യൂക്കേഷന് ഇതിൻ്റെ അപ്പുറത്ത് ഒരു തേങ്ങയും ചെയ്യാനില്ല. ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ മനുഷ്യന്മാർ മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ടെൻഷനും അടിച്ച് സ്ട്രെസ്സ് അനുഭവിച്ച് നടക്കുന്നത്. ഇതാണോ എഡ്യൂക്കേഷൻ കൊണ്ട് ഈ 10-15 കൊല്ലം കൊണ്ട് പൈസയും കൊടുത്തിട്ട് പാരൻസ് പഠിപ്പിക്കാൻ വിട്ടതിൻ്റെ റിസൾട്ട്? ഇങ്ങനെയാണോ ആകേണ്ടത്? ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അടിമുട്ടി മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. 100-200 വർഷം മുമ്പുള്ള കോളനി വാഴ്ച കാലത്ത് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഡച്ചുകാരൊക്കെ കൊണ്ടുവന്ന പല സിസ്റ്റവും പല തേങ്ങാക്കൊലയുമാണ് ഇപ്പോഴും ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര മഹത് സംഭവങ്ങളാണെന്ന് കരുതിക്കൊണ്ട് ആണോ? ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കാൻ കഴിവുള്ള ആളാണ് പരീക്ഷയിൽ മുന്നിട്ട് ഇറങ്ങുന്നത് അല്ലെങ്കിൽ മുന്നിലെത്തുന്നത്. അവന് സ്കില്ലുണ്ടാവണമെന്നുണ്ടോ? IAS കണ്ടില്ലേ? ആ ഒരു ഇൻ്റർവ്യൂ, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിവുള്ളവനാണ് ഏറ്റവും മികച്ച IAS ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനാണ് ടാലൻറ്റ്, അവനാണ് കഴിവ് എന്നുള്ളതാണോ? അല്ല, അങ്ങനെ ആകണമെന്നില്ല. സ്കൂളിൻ്റെ പടി കയറാത്ത ഒരാൾ IASൽ നല്ല രീതിയിൽ മാർക്ക് നേടിയ ആളെക്കാട്ടിലും മികവുള്ള ഒരാളായിരിക്കാം. ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഇതൊക്കെയാണ് ടാലൻ്റായിട്ടും ബുദ്ധിശക്തിയുടെ ഒക്കെ മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നതെന്ന് പറയുന്ന ഒരു ധാരണ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ കാലമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏഴാമത്തെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതായത് നാളെ നമുക്ക് എന്താകും എന്നറിയില്ല. സോ ഇന്ന് നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കുക. നല്ല കാറ്, നല്ല വീട്, നല്ല ബംഗ്ലാവ്, നല്ല സെറ്റപ്പ്, നല്ല ഫോണ്, ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ കാൽക്കുലേഷൻ. കാരണം നാളെ നമുക്ക് എന്താകും എന്നറിയില്ല. കാരണം കണ്ടില്ലേ, യുദ്ധം വരുന്നു, അവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വെള്ളപ്പൊക്കം വരുന്നു, ഒരു ആറ്റം ബോംബിട്ടാൽ നമ്മുടെ കാര്യം തീർന്നില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫിയും കൂടി ഇവർ കൊണ്ട് നടക്കുന്നുണ്ട്. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതൊരു നല്ല ഫിലോസഫി അല്ലേ? ഇനി ഒരു വേള നമ്മൾ നാളെ ഉണ്ടെങ്കിലോ? അപ്പോൾ പട്ടിണി കിടക്കണം എന്നാണോ പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ നാളേക്കുള്ള കരുതൽ വേണ്ടേ? ഇത് ഈ ജെൻസി വേണ്ട അളവിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിച്ച് ലൈഫ് അല്ലെങ്കിൽ വെൽത്തി ലൈഫിനെ ജെൻസി തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഹൈലി വെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ പല ആൾക്കാരും സഞ്ചരിക്കുന്നത് നല്ല അടിപൊളി കാറിലാണ്, നല്ല അടിപൊളി ബംഗ്ലാവിലാണ് അവർ ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും അവരുടെ ലൈഫ് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് കാണുന്ന സമയത്ത് സാധാരണ ജെൻസി പിള്ളേർ ചിന്തിക്കുന്നത് എന്താണ്? ഇതുപോലെയാണ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ആകണം, ഇങ്ങനെയാണെങ്കിൽ അതിന് വെൽത്ത് ഉണ്ട് അല്ലെങ്കിൽ റിച്ചായി എന്നുള്ളത് മറ്റുള്ളവർ വിശ്വസിക്കൂ എന്ന് ചിന്തിക്കുകയാണ്. ആക്ച്വലി ചിന്തിച്ച് നോക്കിയേ, വെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കുന്നതും ആക്ച്വലി വെൽത്തി ആകുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? ഒരാൾ റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി കാറും ബംഗ്ലാവും കാര്യങ്ങളൊക്കെ EMI എടുത്ത് വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞാലും കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ എന്താണ്? അവൻ റിച്ചാണ് കേട്ടോ എന്നുള്ളൊരു ഫീല് കിട്ടും. ആക്ച്വലി അവൻ റിച്ചാണോ? അല്ല. ആക്ച്വലി അവൻ EMI അടച്ച് അവൻ്റെ നടു ഒടിഞ്ഞിരിക്കുകയാണ്. അതല്ലേ യാഥാർത്ഥ്യം. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ എന്താണ്? അവൻ റിച്ചാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ റിച്ചാണെന്ന് തോന്നിപ്പിക്കുന്നതാണോ ആക്ച്വലി റിച്ച് ആകുന്നതാണോ നല്ല കാര്യം? അപ്പോൾ ആക്ച്വലി റിച്ചായാൽ പോരെ, മറ്റുള്ളവരുടെ മുമ്പിലെത്തി ഷോ ഓഫ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഷോ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം അങ്ങനെയുള്ള പല സാധനങ്ങളും നമുക്ക് നഷ്ടപ്പെടും.
ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മര്യാദയ്ക്ക് നമ്മളെ പാട്ടിന് പോകുന്നു. പണമുണ്ടോ? അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ബാങ്കിലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ സ്റ്റാറ്റസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മനസ്സമാധാനമുണ്ട്. അനാവശ്യ കടങ്ങളോ കാര്യങ്ങളോ ബാധ്യതകളോ ഇതൊന്നുമില്ല. ഇതെല്ലാം വരുത്തി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലെ സ്റ്റാറ്റസ് ആണോ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജൻസികളൊന്ന് ആലോചിക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് വേണോ മറ്റുള്ളവരുടെ മനസ്സിൽ ഈ കുശുമുണ്ടാക്കാൻ? ഇതൊക്കെ ഇപ്പോൾ ജൻസി എന്ന് പറയുന്ന സാധനം മോശമായതുകൊണ്ടോ, അവർ കൊള്ളില്ലാത്തത് കൊണ്ടോ, അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ, വിവരമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇവർ പണത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടോ ഇതൊന്നുമല്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. ആ ഒരു സൈക്കോളജിക്കൽ തോട്ട് പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും ഇന്നത്തെ സൊസൈറ്റിയാണ്. അപ്പോൾ അവരൊന്ന് ആഴത്തിൽ ചിന്തിക്കുക, എക്കണോമിക്കലി ചിന്തിക്കുക, മാത്തമാറ്റിക്കലി ചിന്തിക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി, അവർക്ക് യാഥാർത്ഥ്യം കാണാൻ പറ്റും.